ഇന്ധന പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ഇടപെടൽ. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കുറച്ചിരിക്കുന്നു. ലിറ്ററിന് 10 രൂപ വീതമാണ് കുറച്ചത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, നിലവിൽ പല കമ്പനികളും വില കൂട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നൊരു ഘട്ടമുണ്ട്. അതിനിടയിലാണ് ഇങ്ങനൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എങ്ങനെയാണത്? പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ അതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ഇന്ധന വില വർധനവ് അനിവാര്യമാണ് എന്നാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഉൾപ്പെടെ വിലയിരുത്തിയിരുന്നത്. കാരണം നിലവിൽ ഈ രാജ്യാന്തര തലത്തിൽ ഈ എണ്ണ വില ബാരലിന്, ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 പുറത്താണ്. നേരത്തെ ഈ $70 അടുപ്പിച്ചായിരുന്നു ഈ യുദ്ധം ആരംഭിക്കുന്ന സമയത്തുണ്ടായിരുന്നത്. പക്ഷേ അതിപ്പോൾ $100 പുറത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ 1 ലിറ്റർ പെട്രോളും ഡീസലും വിൽക്കുമ്പോൾ 48 രൂപ 80 പൈസയുടെ നഷ്ടം ഈ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്നു എന്ന വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ കേന്ദ്രം ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നതാണ്. 10 രൂപയാണ്, ലിറ്ററിന് 10 രൂപ വീതമാണ് ഈ എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചിരിക്കുന്നത്. അതായത് 2025 ഏപ്രിൽ മുതൽ ഈ പെട്രോളിന്റെ എക്സൈസ് തീരുവ ലിറ്ററിന് 13 രൂപയായിരുന്നു, അത് 3 രൂപയായി കുറച്ചു. അതുപോലെ തന്നെ ഡീസലിന് 10 രൂപയായിരുന്നു, അത് ഇനി എക്സൈസ് തീരുവ ഇല്ലാതെ വിൽക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഫലത്തിൽ ഈ വലിയൊരു വെട്ടിക്കുറവാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് ചില്ലറ വിൽപ്പനയുടെ ഭാഗമായി ഈ എണ്ണ വാങ്ങിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യമായ തോതിലുള്ള ഗുണമൊന്നും ഉണ്ടാകില്ല. കാരണം ഈ വിലവർദ്ധനവ് പിടിച്ചു നിർത്തുന്നതിൻ്റെ ഭാഗമായാണ്, വിലവർദ്ധനവ് ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്കാകും ഇതിൻ്റെ ഈ പരോക്ഷമായ ഗുണം ലഭിക്കുന്നത്. അവരുടെ നഷ്ടം ഒരു പരിധിവരെ നികത്തുന്നതിൻ്റെ ഭാഗമായാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഇടപെടൽ ഉണ്ടായതെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇങ്ങനെ അനിശ്ചിതത്വത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ഇടപെടൽ അനിവാര്യമായിരുന്നു. അതല്ല എങ്കിൽ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില കാര്യമായ തോതിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. ഏതായാലും ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി രാജ്യത്തെ എല്ലാ മുഖ്യമന്ത്രിമാരോടും, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തുന്നുണ്ട്. വൈകിട്ട് 6:30 ആ ചർച്ച നടക്കുന്നത്. കേരളം, ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അതുപോലെ തന്നെ അസം എന്നീ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുമായി കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി പ്രത്യേകം ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചില ഇടപെടൽ കൂടി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതായത് ബാലു, നിലവിൽ ഇപ്പോൾ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്നാണ് നടക്കുന്നത്. പ്രതിസന്ധികളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പ്രതിസന്ധി ഉണ്ട്. നയാര എനർജി അവരുടെ സംസ്കരണം നിർത്താൻ പോകുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസമാണ് അവർ അറിയിച്ചത്. ആ തലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുകയാണ്. നിലവിൽ ഇതിനെയൊക്കെ എങ്ങനെ മറികടക്കാനാണ് ഇന്ത്യ മുന്നോട്ട് നീങ്ങുന്നത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഷി അല്ലെങ്കിൽ സംഭരണം സ്റ്റോക്ക് ഉണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് $100 പുറത്തായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഏതാണ്ട് $2 കുറവുണ്ടായിരുന്നു. 107 നിന്ന് 105 ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഏറ്റവും പ്രധാനമായും ഓർക്കേണ്ട ഒരു കാര്യം, യുദ്ധം ആരംഭിക്കുന്ന സമയത്ത്, പശ്ചിമേഷ്യയിലെ സംഘർഷം ആരംഭിക്കുന്ന സമയത്ത് ബാരലിന് 70 രൂപയ്ക്കായിരുന്നു ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നത്. അതാണ് ഇപ്പോൾ 105ലേക്കും 110ലേക്കും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ ഈ പശ്ചിമേഷ്യയിലെ ഹോർമുസ് ഈ കടലിടുക്ക് വഴി ഇന്ത്യയിലേക്ക് വരുന്ന ക്രൂഡിൻ്റെ അളവിലും നേരിയ തോതിൽ കുറവുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു പ്ലാൻ ബി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ പ്ലാൻ ബിയുടെ ആദ്യ ഭാഗമായിട്ടാണ് ഈ ക്രൂഡ് ഓയിലിൻ്റെ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് തീരുവയിൽ ഇപ്പോൾ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത്. പക്ഷേ സർക്കാർ ഇന്നലെ നടത്തിയ ഈ വകുപ്പ് സെക്രട്ടറിമാരുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കിയിരുന്നത് ഒരു കാരണവശാലും രാജ്യത്തെ നിയന്ത്രണം കൊണ്ടുവരില്ല എന്നതാണ്. ആവശ്യത്തിന് സ്റ്റോക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അക്ഷയ ചോദിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ വിലവർദ്ധനവ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ
കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങൾ, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വില വർധനവ് ഇപ്പോൾ വരുത്തുവാൻ കേന്ദ്ര സർക്കാരിനും താല്പര്യമുണ്ടാകില്ല. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വില ഉയരുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല.